എല്ലാവർക്കും കേരള PSC ട്രെൻഡ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ മൊഡ്യൂള് ഇന്ത്യ ചരിത്രം എന്നുള്ള നമ്മുടെ മൊഡ്യൂള് ബേസ് ചെയ്തുള്ള SCRT ചാപ്റ്റർ ഇന്നലത്തെ വീഡിയോയോടുകൂടി അവസാനിച്ചു. ഇന്ന് നമ്മൾ പുതിയ മൊഡ്യൂൾ തുടങ്ങുകയാണ്. മൊഡ്യൂള് 4 കോൺസ്റ്റിറ്റ്യൂഷൻ, മൊഡ്യൂള് 4 പ്രകാരമുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമുള്ള ക്ലാസ്സുകൾ, SCRT ബേസ് ചെയ്തുള്ള ക്ലാസ്സുകളാണ് ഇന്ന് നമ്മൾ തുടക്കം കുറിക്കുന്നത്. അപ്പോൾ ഇന്ന് അതിൽ ആദ്യം വരുന്ന ചാപ്റ്റർ 6ാം ക്ലാസ്സിലെ 10ാമത്തെ അധ്യായമായ ജനാധിപത്യവും അവകാശങ്ങളും എന്നുള്ള ചാപ്റ്ററാണ് ഈ മൊഡ്യൂളിലെ ആദ്യത്തെ ചാപ്റ്റർ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ 6ാം ക്ലാസ്സിലെ 10ാമത്തെ അധ്യായമായ ജനാധിപത്യവും അവകാശങ്ങളും എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാവുന്നത് പോലെ തന്നെ ഒരിക്കൽ കൂടി പറയുകയാണ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്കൊരു ലൈക്ക് രേഖപ്പെടുത്തുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ബോധ്യപ്പെട്ടാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ പറയുന്നില്ല, നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ 6ാം ക്ലാസ്സിലെ 10ാമത്തെ അധ്യായമായ ജനാധിപത്യവും അവകാശവും എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. ഇവിടെ ഫസ്റ്റ് തന്നെ കുറേ ഗാന്ധിജിയുടെയും ലോക നേതാക്കളുടെയും ഫോട്ടോവും ഒക്കെയാണ് ഈ ചാപ്റ്ററിൻ്റെതായി കൊടുത്തിട്ടുള്ളത്. പിന്നെ സമാധാനത്തിൻ്റെ ഒരു വെള്ളരിപ്രാവും ഒലീവിലെ കടിച്ചു കൊണ്ട് ഇങ്ങനെ പാറിപ്പോകുന്ന ഒരു ഫോട്ടോ ഒക്കെയാണ്. ജനാധിപത്യവും അവകാശങ്ങളും. ഇനി നെൽസൺ മണ്ടേലയുടെ ഒരു വാക്കുകളാണ് ഇവിടെ ഉള്ളത്. രാജ്യത്തെ എല്ലാ മേൽക്കോയ്മകൾക്കും എതിരായിട്ടാണ് ഞാൻ പറയുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളത്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും സഹവർത്തിത്വവും സമത്വവുമുള്ള ഒരു രാഷ്ട്രത്തിന് വേണ്ടിയാണ് ഞാൻ പടവെട്ടുന്നത്. ഇത് നേടിയെടുക്കുകയാണ് എൻ്റെ ലക്ഷ്യം. ജനാധിപത്യ വ്യവസ്ഥയിൽ നിങ്ങളും ഞങ്ങളും തുല്യരാവും. അപ്പോൾ നെൽസൺ മണ്ടേലയുടെ വാക്കുകളാണ് ഇത്. നെൽസൺ മണ്ടേല പറഞ്ഞ ഒരു കോട്ടിങ്ങാണ് ഫസ്റ്റ് തന്നെ ഈ ചാപ്റ്ററിൽ വരുന്നത്. ഇനി ദക്ഷിണാഫ്രിക്കയിലെ ജനാധിപത്യ വിരുദ്ധ ഭരണകൂടത്തിനെതിരെ സമരം നയിച്ച നെൽസൺ മണ്ടേലയുടെ വാക്കുകൾ വായിച്ചല്ലോ. ഏതു തരം രാഷ്ട്രത്തിന് വേണ്ടിയാണ് നെൽസൺ മണ്ടേല പടപൊരുതിയത് എന്നുള്ള കുറേ കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞതിന് ശേഷം, എല്ലാവരെയും തുല്യമായി പരിഗണിക്കുന്ന ജനാധിപത്യ വ്യവസ്ഥയാണ് അദ്ദേഹം സ്വപ്നം കണ്ടത് എന്ന്. അവിടെ നിന്നും കൂടുതൽ നോട്ട് ചെയ്യേണ്ട പോയിന്റുകളില്ല. ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയി ഗ്രാമത്തിൽ കസോസ ഗോത്രവിഭാഗത്തിൽ 1918 ജൂലൈ 18 ജനിച്ചു. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ ട്രാൻസ്കോയി ഗ്രാമത്തിൽ കസോസ ഗോത്രവിഭാഗത്തിൽ 1918 ജൂലൈ 18 ജനിച്ചു. ഇനി മാഡിബ എന്നറിയപ്പെടുന്ന നേതാവ് എന്ന് ചോദിച്ചാൽ അത് നെൽസൺ മണ്ടേലയാണ്. നെൽസൺ മണ്ടേലയാണ് മാഡിബ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ദക്ഷിണാഫ്രിക്കയിലെ നീഗ്രോ വംശജരുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പോരാടി ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസിൻ്റെ മുൻനിര പോരാളിയായിരുന്ന അദ്ദേഹം രാജ്യദ്രോഹ കുറ്റം ചുമത്തി തടവിലാക്കപ്പെട്ട അദ്ദേഹത്തിന് 26 വർഷവും 7 മാസവും 10 ദിവസവും ജയിലിൽ കഴിയേണ്ടി വന്നു. 1990 ഫെബ്രുവരി 11 ജയിൽ മോചിതനായ അദ്ദേഹം 1994 മെയ് 10 ദക്ഷിണാഫ്രിക്കൻ പ്രസിഡൻ്റായി. 1994 മെയ് 10 അദ്ദേഹം ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡൻ്റായത്. ഇതൊന്നും കൂടുതൽ അങ്ങനെ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റുകളൊന്നും ഇല്ല, ജസ്റ്റ് മണ്ടേലയെക്കുറിച്ചൊന്നും അറിയാനാണ്. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് മാഡിബ എന്നുള്ളതാണ്. മാഡിബ എന്നറിയപ്പെടുന്നത് നെൽസൺ മണ്ടേലയാണ്. പിന്നെ 2013 ഡിസംബർ 5 95 വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. 2013 ഡിസംബർ 5 അദ്ദേഹത്തിൻ്റെ മരണം. ഇനി ഇവിടെ ഒരു പത്രക്കട്ടിങ്ങുകൾ നോക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. ഭൂട്ടാൻ രാജാവ് 4 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് തലസ്ഥാനത്തെത്തും. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് പകരം സംവിധാനം നീതി ആയോഗ്. ബ്രൂണൈ സുൽത്താൻ ഇന്ന് തൻ്റെ പിൻഗാമിയെ ഇന്ന് പ്രഖ്യാപിക്കും. മ്യാൻമറിൽ പട്ടാള ഭരണകൂടത്തിനെതിരെ ജനാധിപത്യവാദികൾ ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു. ഇനി അതൊന്നും ഇവിടെ വരുന്നൊരു പോയിൻ്റ് SCRTയിൽ വരുന്ന കോളമാണ്. അപ്പം ചിലപ്പോൾ ഇതുപോലെ ഇത് കോപ്പി പേസ്റ്റ് ചോദ്യത്തിന് സാധ്യതയുള്ളൊരു ഭാഗമാണ്. രാജ്യം അവിടെയുള്ള ഗവൺമെൻറ്റിൻ്റെ രൂപം എന്നതാണ്. ഭൂട്ടാനിൽ ഭരണഘടനാപരമായ രാജവാഴ്ചയാണ്. ഭൂട്ടാനിലുള്ള ഭരണ സംവിധാനം എങ്ങനെയാണ്?
ഭരണഘടനാപരമായ രാജവാഴ്ചയാണ്. ഇന്ത്യയിൽ ജനാധിപത്യ ഭരണം നമുക്കൊക്കെ അറിയാം. ബ്രൂണയിൽ സുൽത്താൻ ഭരണം, മ്യാൻമറിൽ പട്ടാള ഭരണം. ബ്രൂണയിൽ സുൽത്താൻ ഭരണം, ഇന്ത്യയിൽ ജനാധിപത്യ ഭരണം, ഭൂട്ടാനിലാണെങ്കിൽ ഭരണഘടനാപരമായ രാജവാഴ്ച. ഇനി അവിടെ കൂടുതലൊന്നുമില്ല. പിന്നെ ഈ അടുത്ത കോളാണ് ഇനി പ്രധാനപ്പെട്ടത്. ജനാധിപത്യ ഗവൺമെൻറ്റും ജനാധിപത്യേതര ഗവൺമെൻറ്റും തമ്മിലുള്ള അതിൻ്റെ പ്രത്യേകതകളാണ് ഈ കോളത്തിൽ വരുന്നത്. ജനാധിപത്യ ഗവൺമെൻറ് അതിൻ്റെ പ്രത്യേകത എന്താണ്? ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണം. ജനാധിപത്യ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനപ്രതിനിധികളുടെ ഭരണം. എന്നാൽ ജനാധിപത്യേതര ഗവൺമെൻറ്റോ അധികാരം പരമ്പരാഗതമായി കൈമാറുകയോ പിടിച്ചെടുക്കുകയോ ചെയ്യുന്നു. ജനാധിപത്യത്തിലാണെങ്കിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടെ ഭരണമാണ്. ജനാധിപത്യേതര ഗവൺമെൻറ്റിലാണെങ്കിൽ അധികാരം ഒന്നല്ലെങ്കിൽ പാരമ്പര്യമായി കൈമാറും, നമ്മൾ സുൽത്താൻ ഭരണത്തിലൊക്കെ പറയുന്ന പോലെ, അല്ലെങ്കിൽ ഇതേപോലെ അട്ടിമറികളിലൂടെ ഭരണം പിടിച്ചെടുക്കുന്നു. ഇനി ജനാധിപത്യ ഗവൺമെൻറ്റിലാണെങ്കിൽ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും നിയമപരമായി തന്നെ ഉറപ്പ് നൽകുന്നു. ജനാധിപത്യേതര ഗവൺമെൻറ്റാണെങ്കിൽ ജനങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യവും അവകാശങ്ങളും പരിമിതമാണ്. ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു. ജനാധിപത്യ ഗവൺമെൻറ്റിലാണെങ്കിൽ ഭരണാധികാരികളും നിയമത്തിന് വിധേയരായി പ്രവർത്തിക്കുന്നു. എന്നാൽ ജനാധിപത്യേതര ഗവൺമെൻറ്റിലാണെങ്കിലോ ഭരണാധികാരികൾ നിയമത്തിന് അതീതനാണ്, കാരണം അവർ തീരുമാനിക്കുന്നതാണ് നിയമം. അപ്പോൾ ഭരണാധികാരി നിയമത്തിന് അതീതനാണ്, കാരണം നിയമം ഉണ്ടാക്കുന്നത് തന്നെ അവരാണ്, ഭരിക്കുന്ന അവരാണ്. അപ്പോൾ അതാണ് ജനാധിപത്യേതര ഗവൺമെൻറ്റിൽ ഭരണാധികാരി നിയമത്തിന് അതീതനല്ല. അപ്പോൾ ഇത് SCRT കോളാവുകൊണ്ട് ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിൻ്റാണ്. ചോദ്യം വരാൻ സാധ്യതയുള്ള ഭാഗമാണ്. ഇനി ഇവിടെ വരുന്ന നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ മേന്മകളാണ്. ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? ജനാഭിലാഷം മാനിക്കുന്നു, വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു, ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്, ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ മേന്മകൾ എന്തൊക്കെയാണ്? ജനാഭിലാഷം മാനിക്കുന്നു, വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കുന്നു, ഭരണാധികാരികളും ജനങ്ങളും ഒരേ നിയമത്തിന് വിധേയരാണ്, ഭരണാധികാരികൾ ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ 4 പ്രത്യേകതകളാണ് ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത. ബുള്ളറ്റ് പോയിൻ്റ് ആയതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ഭാഗമാണ് ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ മേന്മകൾ എന്നുള്ളത്. ഇനി ഇവിടെ കുറേ പ്രത്യേകതകൾ തന്നിട്ട് ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെയും ജനാധിപത്യേതര ഗവൺമെൻറ്റിൻ്റെയും നേരെ ടിക്കിടാനും ജനാധിപത്യേതര ഗവൺമെൻറ്റിൻ്റെ നേരെ ഇൻഡു ചിഹ്നം ഇടാനാണ്. ഇത് ജസ്റ്റ് ഒന്ന് വായിച്ച് ഇതാക്കിയാൽ മതി. നിങ്ങൾ തന്നെ ടിക്കുകൾ നിങ്ങളൊന്ന് സ്വയം ഇടുക. കൃത്യമായ കാലപരിധിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അതെവിടെയാണ്? ജനാധിപത്യ ഗവൺമെൻറ് നടക്കുന്നിടത്താണ് കൃത്യമായ കാലപരിധിയിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. തലമുറകളായി കൈമാറുന്ന ഭരണക്രമം ജനാധിപത്യേതര ഗവൺമെൻറ്റാണ്. ജനപ്രതിനിധികളുടെ ഭരണം ജനാധിപത്യ ഗവൺമെൻറ്റാണ്. രാജാവിൻ്റെ, സുൽത്താൻ്റെ, പട്ടാള മേധാവികളുടെ ഭരണം ജനാധിപത്യേതര ഗവൺമെൻറ്റിൽ. വ്യക്തി സ്വാതന്ത്ര്യം നിലനിൽക്കുന്നത് ജനാധിപത്യ ഗവൺമെൻറ്റിലാണ്. കോടതികൾക്ക് നിയന്ത്രണം ജനാധിപത്യേതര ഗവൺമെൻറ്റാണ്. ജനാഭിപ്രായം മാനിക്കുന്നു ജനാധിപത്യ ഗവൺമെൻറ്. അത് ജസ്റ്റ് ഒന്ന് വായിച്ച് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാനാണ്, നിങ്ങളൊന്ന് സ്വയം ടിക്കിടാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നമുക്ക് ഏതാനും അവകാശങ്ങൾ തന്നിരിക്കുന്നു. അവ ഏതൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നമുക്ക് കുറച്ച് അവകാശങ്ങൾ തന്നിട്ടുണ്ട്. ആ അവകാശങ്ങൾ എന്തൊക്കെയെന്നുള്ളതാണ് നമുക്ക് നോക്കാം. ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ നമുക്ക് കുറച്ച് അവകാശങ്ങൾ തന്നിട്ടുണ്ട്. ആ അവകാശങ്ങൾ ഏതൊക്കെയാണ്? ജീവിക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം. ജീവിക്കാനുള്ള അവകാശം,
വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം, ഇതൊക്കെയാണ് ഇന്ത്യ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനാധിപത്യ ഗവൺമെൻറ് ജനാധിപത്യപരമായ ഇന്ത്യയിൽ നമുക്ക് ലഭിക്കുന്ന അവകാശങ്ങളാണ് ജീവിക്കാനുള്ള അവകാശം, വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, അഭിപ്രായ സ്വാതന്ത്ര്യം, സംഘടനാ സ്വാതന്ത്ര്യം എന്നിവ. ഇനി ഇവിടെ ഫറാ ബക്കർ എന്ന പലസ്തീനി യുവതിയുടെ ഒരു വാക്കുകൾ ജസ്റ്റ് ഒന്ന് ഉണ്ട്, അതൊന്നും ജസ്റ്റ് വായിച്ചു പോയാൽ മതി. സ്പെയിൻ യാത്രയിൽ ഗിത്താർ പഠിക്കുന്നതിൽ നിന്നും എൻ്റെ സ്വപ്നങ്ങൾ മാറിയിരിക്കുന്നു. ജീവനോടെ ഇരുന്നാൽ മതി. അധിനിവേശമില്ലാതെ സ്വതന്ത്രരായി സമാധാനത്തോടെ ജീവിക്കുന്നത് എങ്ങനെയുണ്ടാകും? ഞാൻ അതൊരിക്കലും അറിഞ്ഞിട്ടില്ല. അത്രക്ക് മനോഹരമാണോ അത്? അപ്പോൾ 14 വയസ്സുള്ള ഫലസ്തീനി പെൺകുട്ടിയായ ഫറാ ബക്കറിൻ്റെ ഒരു വാക്കുകളാണ്. അത് നമുക്ക് ആ അധിനിവേശവും അവകാശ ലംഘനത്തെയൊക്കെ കുറിച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉദാഹരണം മാത്രമാണ്. ബാല്യകാലം മുതൽ യുദ്ധഭൂമിയിൽ ജീവിക്കേണ്ടി വന്ന 16-കാരിയായ പലസ്തീൻ പെൺകുട്ടിയുടെ വാക്കുകളാണിത്. സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത വിധം യുദ്ധം ഫറാ ബക്കറിൻ്റെ എല്ലാ പ്രതീക്ഷകളും തകർത്തു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ ജസ്റ്റ് ഒന്ന് വായിച്ചു വിടാനുള്ളതുള്ളൂ. ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക. അപ്പോൾ ഇനി ഇവിടെ നോട്ട് ചെയ്യേണ്ട പോയിന്റ്, അവകാശ പത്രിക എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക. ഇന്ത്യയുടെ അവകാശ പത്രിക മൗലികാവകാശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ അവകാശ പത്രിക എന്താണെന്ന് നമ്മൾ നോക്കി. അതായത് ഓരോ രാജ്യവും ഭരണഘടനയിൽ ഉൾപ്പെടുത്തി പൗരന് ഉറപ്പ് നൽകുന്ന അവകാശങ്ങളുടെ പട്ടികയാണ് അവകാശ പത്രിക. ഇന്ത്യയിലെ അവകാശ പട്ടിക മൗലികാവകാശങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നു. നമുക്ക് ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങളുണ്ട്. ഇനി മനുഷ്യാവകാശങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള കോളാണ്. അതിനു മുമ്പ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറഞ്ഞിട്ട് ആ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ ആ വാക്കുകൾ ഇതുണ്ട്, കോളത്തിലുണ്ട്. അപ്പോൾ അതിനു മുമ്പ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത് എന്നാണ്? 1948 ഡിസംബർ 10-നാണ്. 1948 ഡിസംബർ 10-നാണ്. ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനം. ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. 1948, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ പിറ്റേ വർഷം ഡിസംബർ 10-നാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയത്. അതെന്താണെന്ന് നോക്കാം. എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു. പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു. അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ്. അപ്പോൾ എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു. പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു. അവർ ബുദ്ധിയും മനസാക്ഷിയും കൊണ്ട് അനുഗ്രഹീതരും പരസ്പര സാഹോദര്യം പുലർത്താൻ നിർബന്ധിതരുമാണ്. ഇതാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. ഇനി അവിടെ കോളാക്ഷൻ നടത്തുന്നില്ല. പിന്നെ ഇവിടെ നമ്മൾ പറഞ്ഞത് തന്നെ 1948 ഡിസംബർ 10 നിലവിൽ വന്ന സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചില അവകാശങ്ങൾ പരിശോധിക്കൂ എന്നാണ്. അപ്പോൾ നമ്മൾ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം അവിടെ നോക്കി. വർഷം 1948 ഡിസംബർ 10. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ പിറ്റേ വർഷം ഡിസംബർ 10. ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ഇനി സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ചില അവകാശങ്ങളാണ്. അപ്പോൾ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്? ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിലവകാശം, സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം. അപ്പോൾ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജീവിക്കാനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സംഘടനാ സ്വാതന്ത്ര്യം, തൊഴിലവകാശം, സംസ്കാരവും ഭാഷയും ലിപിയും സംരക്ഷിക്കാനുള്ള അവകാശം.
മനുഷ്യാവകാശ സംരക്ഷണത്തിനു വേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും നിരവധി നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. അവയിൽ പ്രധാനപ്പെട്ടതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെയും രൂപീകരണം. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് നമുക്കതിൽ പറയുന്നത്. ഇനി ഇവിടെ ജസ്റ്റ് കോളത്തിൽ കൊടുത്തൊരു കാര്യം കൂടി നോക്കാം. ജീവിക്കാനുള്ള അവകാശം എന്നാൽ അന്തസ്സോടെയുള്ള ജീവിതം എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ ജീവിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ അന്തസ്സോടെയുള്ള ജീവിതം എന്നാണ് അർത്ഥമാക്കുന്നത്. ശുദ്ധവായു, ശുദ്ധജലം, മതിയായ പോഷകാഹാരം എന്നിവയൊക്കെ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ശുദ്ധവായു, ശുദ്ധജലം, മതിയായ പോഷകാഹാരം എന്നിവ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക, ജീവിക്കാനുള്ള അവകാശം എന്താണ് എന്നുള്ളത്. നമ്മളത് പറഞ്ഞു. ഇനി മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് നമുക്ക് നോക്കാനുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇത് ഇനി പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ഇതിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. മനുഷ്യാവകാശ സംരക്ഷണത്തിന് വേണ്ടി ദേശീയ തലത്തിൽ കൈക്കൊണ്ട പ്രധാന നടപടിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ രൂപീകരണം. 1993 പാർലമെൻറ്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് കമ്മീഷൻ രൂപം നൽകിയത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ ഉണ്ടാകും. റിട്ടയർ ചെയ്ത ഒരു സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ചെയർമാൻ. അപ്പോൾ നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നുള്ള ഭാഗത്തിൽ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് എന്തൊക്കെയാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായ വർഷം റിപ്പീറ്റഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായ വർഷം 1993 പാർലമെൻറ്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം. അപ്പോൾ മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാസാക്കിയത് 1993 അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ വന്നതാണ് ഭരണഘടനാ സംഘടനയാണ് മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പോൾ 1993 പാർലമെൻറ്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം അനുസരിച്ചാണ് മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 1993 എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പാർലമെൻറ്റ് പാസാക്കിയ മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി നോട്ട് ചെയ്യേണ്ട പോയിൻ്റ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ ഉണ്ടാകും. അപ്പോൾ ചെയർമാനും 4 അംഗങ്ങളും ചേർന്നതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പോൾ എത്ര ആളാണ്? ചെയർമാനും 5 അംഗങ്ങളും. ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ, അല്ലെങ്കിൽ ചെയർമാനും 4 അംഗങ്ങളും, അങ്ങനെയും പറയാം. ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ എന്ന് പറയാം. ഇത് സ്റ്റേറ്റ്മെൻ്റ് ആക്കി തരാൻ സാധ്യതയുള്ളൊരു ഭാഗമാണ്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. റിട്ടയർ ചെയ്ത സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും കമ്മീഷൻ്റെ ചെയർമാൻ. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും കമ്മീഷൻ്റെ ചെയർമാൻ. റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആയിരിക്കും കമ്മീഷൻ്റെ ചെയർമാൻ. ഇനി ഇവിടെ ഫോട്ടോ അടക്കം കൊടുത്തിട്ടുള്ളതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യനാണ്, റിപ്പീറ്റഡ് പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. ജസ്റ്റിസ് രംഗനാഥ് മിശ്ര മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. നിലവിലെ ചെയർമാൻ അരുൺകുമാർ മിശ്രയാണ്. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. നിലവിലെ ചെയർമാൻ അരുൺകുമാർ മിശ്ര. അപ്പോൾ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു, അത് നോക്കാം. ഇനി മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്? മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ അന്വേഷണം നടത്തുക, ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക, മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചുമതലകൾ എന്തൊക്കെയാണ്?
മനുഷ്യാവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികളിന്മേൽ അന്വേഷണം നടത്തുക, ജയിലുകളും മറ്റും സന്ദർശിച്ച് അന്തേവാസികളുടെ ജീവിത സൗകര്യം പഠിച്ച് ശുപാർശകൾ നൽകുക, മനുഷ്യാവകാശ സംരക്ഷണത്തിന് ഫലപ്രദമായ നിർദ്ദേശങ്ങൾ നൽകുക, മനുഷ്യാവകാശ രംഗത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകളെ പരിപോഷിപ്പിക്കുക. ഇത് പ്രീവിയസ് ആയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ കൊടുത്തിരുന്നു. അതിൽ വന്ന തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് കണ്ടെത്താനായിരുന്നു. അതിൽ വന്ന തെറ്റ് എന്താ വെച്ചാൽ പിന്നെ നടപടി എടുക്കാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളതാണ്. നടപടി എടുക്കാനുള്ള ചുമതല ഉണ്ട് അല്ലെങ്കിൽ അവകാശം ഉണ്ട് എന്നാണ് അതിൽ കൊടുത്തിരുന്നത്. പക്ഷേ നടപടി എടുക്കാനുള്ള അവകാശം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനില്ല. നടപടിക്ക് ശുപാർശ ചെയ്യാനുള്ള അവകാശമേ ഉള്ളൂ. ഇപ്പോൾ ശുപാർശ ചെയ്യാനേ പറ്റുള്ളൂ. ഒരാളെ ഒരു പോസ്റ്റിൽ നിന്ന് നീക്കണമെന്ന് ഗവൺമെൻറ്റിന് ശുപാർശ ചെയ്യാനേ അത് മനുഷ്യാവകാശ കമ്മീഷന് കഴിയുള്ളൂ. ഒരിക്കലും ആ പോസ്റ്റിൽ നിന്ന് പുറത്താക്കാൻ കഴിയില്ല. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട പ്രധാന ഒരു പോയിൻ്റാണ് അത്. ഒരിക്കലും നടപടിയെടുക്കാൻ കഴിയില്ല, ശുപാർശ ചെയ്യാൻ മാത്രമേ മനുഷ്യാവകാശ കമ്മീഷന് കഴിയുള്ളൂ. അപ്പോൾ റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ, അങ്ങനെയും പറയാം. അല്ലെങ്കിൽ ചെയർമാനും 4 അംഗങ്ങളും. അത് നോട്ട് ചെയ്യുക. 1993 നിലവിൽ വന്നു. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നത്. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്താ നോക്കാം. അതിൽ തന്നെ മറക്കാത്ത ഒരു പോയിൻ്റാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആദ്യത്തെ ചെയർമാൻ. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നമ്മൾ പറഞ്ഞു. ഇനി സംസ്ഥാനത്തിലും അതുപോലെ മനുഷ്യാവകാശ കമ്മീഷനുണ്ട്. അതിൽ കേരളത്തിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ് നമുക്ക് പഠിക്കേണ്ടത്. എല്ലാ സംസ്ഥാനങ്ങളിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുകൾ രൂപം നൽകിയിട്ടുണ്ട്. കേരളത്തിലാണെങ്കിലും 1998 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നു. അപ്പോൾ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 1998. ഒരു ചെയർമാനും 2 അംഗങ്ങളും അടങ്ങിയതാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നിക്ഷിപ്തമായിരിക്കുന്ന ചുമതലകൾ തന്നെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമുള്ളത്. മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും രൂപം കൊണ്ട പോലെ തന്നെ കേരളത്തിലുമുണ്ട്. അപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ കേരളത്തിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 1998. 1998 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകൃതമായത്. നോട്ട് ചെയ്യേണ്ട പോയിൻ്റ്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 1998. അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വന്ന് 5 വർഷങ്ങൾക്ക് ശേഷമാണ് സംസ്ഥാനത്ത് മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ 5 അംഗങ്ങളാണെങ്കിൽ ഇവിടെ ഒരു ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങളാണ്. അതായത് ഒരു ചെയർമാനും 2 അംഗങ്ങളുമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ഒരു ചെയർമാനും 2 അംഗങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ചെയർമാനും 4 അംഗങ്ങളും. അപ്പോൾ കേന്ദ്രത്തിൽ 4, ദേശീയത്തിൽ 4 അംഗങ്ങളാണെങ്കിൽ സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ നേരെ അതിൻ്റെ പകുതിയാവും, 2 അംഗങ്ങൾ. അങ്ങനെ കണക്ട് ചെയ്താൽ മതി. അപ്പോൾ 2 അംഗങ്ങളും ഒരു ചെയർമാനും സംസ്ഥാനത്തിൽ. ദേശീയ തലത്തിലാണെങ്കിൽ 4 അംഗങ്ങളും ചെയർമാനും. അവിടെ 1993 വന്നു. 5 വർഷങ്ങൾക്ക് ശേഷം 1998 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. പിന്നെ ഇതിൻ്റെ ഉത്തരവാദിത്തങ്ങളൊക്കെ സെയിം തന്നെയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ എല്ലാ ചുമതലകളും തന്നെയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന് ഉള്ളത്. അത് ദേശീയ തലത്തിലാണെങ്കിൽ ഇത് സംസ്ഥാന തലത്തിലാണെന്നുള്ള വ്യത്യാസം മാത്രം. കുട്ടികളുടെ ഏതാനും അവകാശങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത് എന്നുള്ളത്. ഇവിടെ കുട്ടികളുടെ ചെറിയ അവകാശങ്ങളാണ് എന്നാണ് ഓരോരുത്തരും ഓരോ പ്ലക്കാർഡ് പിടിച്ചത്. അഭിപ്രായ സ്വാതന്ത്ര്യം എൻ്റെ അവകാശമാണ്. പേരിനും ദേശീയതക്കും എനിക്ക് അവകാശമുണ്ട്. ബാലവേലയിൽ നിന്ന് സംരക്ഷണം എൻ്റെ അവകാശമാണ്. പഠിക്കാൻ എനിക്ക് അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞ് 4 കുട്ടികളെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. അവർ പ്ലക്കാർഡ് പിടിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ അങ്ങനെ ജസ്റ്റ് വായിച്ചു വിടാനുള്ള കൂടുതലൊന്നുമില്ല. കുട്ടികളുടെ ഏതാനും അവകാശങ്ങളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് സവിശേഷമായ അവകാശങ്ങൾ ആവശ്യമാകുന്നത്? എന്തൊക്കെയാണ് കുട്ടികളുടെ അവകാശങ്ങൾ? ബാല്യത്തിൻ്റെ ശാരീരികവും മാനസികവുമായ അവസ്ഥ കുട്ടികളെ സവിശേഷ പരിഗണനയ്ക്ക് അർഹരാക്കുന്നു. അതിനാൽ കുട്ടികളുടെ അവകാശ സംരക്ഷണം വളരെ പ്രധാനമാണ്. അത് ജസ്റ്റ് വായിച്ചു വിടാനുള്ളൂ. ഇനി ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്, വിദ്യാഭ്യാസം കുട്ടികളുടെ പ്രധാന അവകാശമാണ്. 2009
പാർലമെൻറ്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം RTE ആക്ട്, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് ഇത് എടുത്തു പറയുന്നു. അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, അതായത് RTE ആക്ട് പാസ്സാക്കിയത് എന്നാണ്? 2009 വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ടുള്ള ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കിയത്. ഇത് ഏത് ആർട്ടിക്കിളാണ് പറയുന്നത്? ആർട്ടിക്കിൾ 21A വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിക്കൊണ്ടുള്ള ആർട്ടിക്കിൾ 21A ആണ്. അപ്പോൾ 2009 പാർലമെൻറ്റാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ബില്ല് പാസ്സാക്കിയത്. ഇതിൽ പറയുന്നത് എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഇത് ഉറപ്പാക്കുന്നു. അപ്പോൾ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് പറയുന്നത് എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു. പഠനാനുകൂല അന്തരീക്ഷവും അടിസ്ഥാന സൗകര്യങ്ങളും കുട്ടികളുടെ അവകാശമാണ്. അപ്പോൾ അവിടെ നോട്ട് ചെയ്യേണ്ട ഒരേ ഒരു പോയിൻ്റാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. അത് ആർട്ടിക്കിൾ 21A ആണ്. 2009 പിന്നെ നിലവിൽ വന്നത്. 2009 പാർലമെൻറ്റ് വിദ്യാഭ്യാസ അവകാശ നിയമം പാസ്സാക്കിയത്. അതാണ് അതിൽ നോട്ട് ചെയ്യേണ്ടത്. പിന്നെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസമാണ് അതുകൊണ്ട് ആ നിയമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. പഠിക്കാനുള്ള അവകാശം കുട്ടിയുടെ അവകാശമാണെന്ന് മനസ്സിലായല്ലോ. കൂടുതൽ അവകാശങ്ങൾ എഴുതി പട്ടിക പൂർത്തിയാക്കുക എന്നുള്ള ജസ്റ്റ് ഒന്ന് കൊടുക്കുക. പിന്നെ കുട്ടികളുടെ അവകാശ പ്രഖ്യാപനം നിലനിൽക്കുന്നപ്പോൾ തന്നെ അവർ വിവിധ തരത്തിലുള്ള ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നുണ്ട്. കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ധാരാളം നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ടതാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ്റെയും സംസ്ഥാന ബാലാവകാശ കമ്മീഷനുകളുടെയും രൂപീകരണം. അപ്പോൾ ഇത് ബാലാവകാശ കമ്മീഷൻ നമുക്കിനി വരാൻ പോകുന്ന ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുട്ടികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി രൂപപ്പെട്ടിട്ടുള്ള സംഘടനയാണ് ദേശീയ ബാലാവകാശ കമ്മീഷനും സംസ്ഥാന ബാലാവകാശ കമ്മീഷനും. ഇനി 2 പേരാണ് കൈലാഷ് സത്യാർത്ഥി അത് പിന്നെ മലാല യൂസഫ്സായി. രണ്ടാളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ 2014 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വ്യക്തികളാണ്. മലാല യൂസഫ്സായിയും കൈലാഷ് സത്യാർത്ഥിയും 2014 സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ച വ്യക്തികളാണ്. ഇതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. 2011 മലാലയോടൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. കൈലാഷ് സത്യാർത്ഥിയെക്കുറിച്ചാണ് പറയുന്നത്. 2014 മലാലയോടൊപ്പം സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലക്കെതിരെ പ്രവർത്തിക്കുന്നു. അപ്പോൾ ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന രൂപീകരിച്ച് ബാലവേലക്കെതിരെ പ്രവർത്തിക്കുന്നു. അപ്പോൾ കൈലാഷ് സത്യാർത്ഥി എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് 2014 സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ആർക്ക്? മലാല യൂസഫ്സായിക്കൊപ്പം ലഭിച്ച വ്യക്തിയാണ് ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന. അപ്പോൾ ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ കൈലാഷ് സത്യാർത്ഥിയാണ്. കൈലാഷ് സത്യാർത്ഥിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ബാലവേലക്കെതിരെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. ബാലവേലക്കെതിരെ പ്രവർത്തിച്ച ആളാണ് കൈലാഷ് സത്യാർത്ഥി, ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടന. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. ഇനി മലാല യൂസഫ്സായി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയതിന് 17-ാം വയസ്സിൽ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ചു. അപ്പോൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പോരാടിയതിൽ 17-ാം വയസ്സിൽ നോബൽ സമ്മാനം ലഭിച്ചു. ഇനി ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ എങ്ങനെയായിരുന്നു വെച്ചാൽ കൈലാഷ് സത്യാർത്ഥിയും മലാല യൂസഫ്സായിക്കും 2014 നോബൽ സമ്മാനം ലഭിച്ചു. രണ്ടുപേരും സമാനമായി ഒരേപോലെ പ്രവർത്തിച്ച മേഖല ഏതായിരുന്നു എന്നാണ് ചോദിച്ചത്. അപ്പോൾ കുട്ടികളുടെ സ്ത്രീകളുടെ എന്നൊക്കെ ഓപ്ഷൻ എയിൽ നമ്മളെ തെറ്റിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കുട്ടികളുടെ അവകാശം എന്നുള്ളതായിരുന്നു ആൻസർ. അപ്പോൾ കുട്ടികളുടെ അവകാശത്തിന് വേണ്ടിയായിരുന്നു രണ്ടാളും പ്രവർത്തിച്ചിരുന്നത്. ഒരാൾ ബാലവേലയും ഒരാൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസവും. അപ്പോൾ അത് രണ്ടും നോട്ട് ചെയ്യുക. ഈ പോയിൻ്റുകൾ ഓർത്തിരിക്കുക. ഇനി സ്ത്രീകളുടെ അവകാശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആണ് അടുത്ത ഭാഗം. സ്ത്രീകളുടെ അവകാശങ്ങൾ
ഇവിടെ കുറച്ച് കോട്ടിങ്ങുകൾ കൊടുത്തിട്ടുണ്ട്. കോട്ടിങ് പത്ര കട്ടിങ്ങാണ്. സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിന് എല്ലാ സ്ഥാപനങ്ങളും വനിതാ സെൽ രൂപീകരിക്കണം ഹൈക്കോടതി. റെയിൽവേ സ്റ്റേഷനുകളിലേക്ക് വനിതകൾക്ക് പ്രത്യേക വിശ്രമ കേന്ദ്രങ്ങൾ. നിർഭയ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാനുള്ള നിയമ നടപടി. കേരളത്തിൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ 50% വനിതാ സംവരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. മുകളിൽ കൊടുത്ത വാർത്തകൾ നോക്കൂ. സ്ത്രീകളുടെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചില നടപടികളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ ജസ്റ്റ് വായിച്ചു വിടാനുള്ളത്. അവരുടെ ഉന്നമനത്തിനായി 1979 സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുകയുണ്ടായി. അപ്പോൾ ഇതിൽ നോട്ട് ചെയ്യേണ്ട പോയിൻ്റ് 1979 സ്ത്രീ വിവേചന ഉന്മൂലന നടപടി ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചു. അപ്പോൾ 1979 സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചു. 1979 ഐക്യരാഷ്ട്രസഭ സ്ത്രീ വിവേചന ഉന്മൂലന ഉടമ്പടി എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇനി എന്തെല്ലാം പ്രത്യേക അവകാശങ്ങളാണ് സ്ത്രീകൾക്കുള്ളത് എന്നുള്ളത് പറഞ്ഞിട്ട് കോളം കൊടുത്തിട്ടുണ്ട്. തുല്യ ജോലിക്ക് തുല്യ വേതനം, രാഷ്ട്രീയ സാമ്പത്തിക സാമൂഹിക മേഖലകളിൽ തുല്യ പരിഗണന, സ്കോളർഷിപ്പുകൾ, പഠന സഹായങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തുന്നതിൽ തുല്യ അവസരം. ഇത്രയും കാര്യങ്ങളാണ് സ്ത്രീകളുടെ പ്രധാനപ്പെട്ട ആ പ്രത്യേക അവകാശങ്ങളിൽ പറയുന്നത്. എല്ലാ നിലയിലും പുരുഷനും തുല്യമായ പരിഗണന സ്ത്രീയുടെ അവകാശമാണ്. സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായി ദേശീയ തലത്തിൽ ദേശീയ വനിതാ കമ്മീഷനും സംസ്ഥാന തലത്തിൽ സംസ്ഥാന വനിതാ കമ്മീഷനും പ്രവർത്തിക്കുന്നു. ഇതും നമുക്ക് വനിതാ കമ്മീഷൻ ഇനി വരാൻ പോകുന്ന ചാപ്റ്ററിൽ ഡീറ്റെയിൽഡായി പഠിക്കേണ്ടത്. അതുകൊണ്ടാണ് ഇവിടെ മെൻഷൻ ചെയ്തത്. അപ്പോൾ ബാലാവകാശ കമ്മീഷൻ കുട്ടികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. വനിതാ കമ്മീഷൻ സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി. രണ്ടും ദേശീയ തലത്തിലുമുണ്ട് സംസ്ഥാന തലത്തിലുമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്കിനി പഠിക്കാൻ പോകുന്നതേ ഉള്ളൂ. അടുത്ത ചാപ്റ്ററിൽ പഠിക്കാം. അവകാശങ്ങൾ മാത്രമാണോ നമുക്കുള്ളത്? ഓരോ അവകാശത്തിനും അനുസൃതമായി കടമകളും ഉണ്ട് എന്നുള്ളത് പറഞ്ഞിട്ട് നമുക്ക് അവകാശങ്ങൾ കടമകൾ എന്ന് പറഞ്ഞുകൊണ്ട് 2 കോളം കൊടുത്തിട്ടുണ്ട്. അവകാശങ്ങൾ കടമകൾ എന്ന് പറഞ്ഞ് 2 കോളം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവകാശങ്ങൾ എന്തൊക്കെയാണ്? സ്വാതന്ത്ര്യം എൻ്റെ അവകാശം. സ്വാതന്ത്ര്യം എൻ്റെ അവകാശം. ഇനി നമ്മുടെ കടമയാണെങ്കിലോ, ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കും നൽകുക എന്നുള്ളത് എൻ്റെ കടമയാണ്. അപ്പോൾ നമ്മൾ ഓരോ അവകാശങ്ങൾ അനുഭവിക്കുന്നതിനനുസരിച്ചും ഓരോ അവകാശത്തിനും ഓരോ കടമകളുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ സ്വാതന്ത്ര്യം എൻ്റെ അവകാശം എന്നത് നമ്മുടെ അവകാശമാണ്. പക്ഷേ ആ സ്വാതന്ത്ര്യം അവകാശമാണ് നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്കുള്ള കടമ എന്താ വെച്ചാൽ, ഞാൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം മറ്റുള്ളവർക്ക് നൽകുക എന്നത് എൻ്റെ കടമയാണ്. കുട്ടിയെന്ന നിലയിൽ സംരക്ഷണം എൻ്റെ അവകാശമാണ്. എന്നെ സംരക്ഷിക്കുക മാതാപിതാക്കളുടെ കടമയാണ്. അപ്പോൾ സംരക്ഷിക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ കടമയാണ്. വാർദ്ധക്യത്തിൽ സംരക്ഷണം മാതാപിതാക്കളുടെ അവകാശമാണ്. വാർദ്ധക്യത്തിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുക എന്നത് എൻ്റെ കടമയാണ്. വാർദ്ധക്യത്തിൽ സംരക്ഷിക്കുക എന്നത് മാതാപിതാക്കളുടെ അവകാശമാണ്, നമ്മുടെ കടമയാണ്. വിദ്യാഭ്യാസവും അതിനുള്ള അടിസ്ഥാന സൗകര്യവും എൻ്റെ അവകാശമാണ്. എന്നാൽ സ്കൂൾ നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളത് എൻ്റെ കടമയാണ്. നമുക്ക് വിദ്യാഭ്യാസവും അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്നത് നമുക്ക് അവകാശമാണെങ്കിൽ സ്കൂളിൽ അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന അവിടെയുള്ള നിയമങ്ങൾ അനുസരിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ്. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ അത് പരിഹരിച്ച് കിട്ടാൻ എനിക്ക് അവകാശമുണ്ട്. എന്തെങ്കിലും അവകാശങ്ങൾ നമ്മളിത് നിഷേധിച്ചാൽ അത് പരിഹരിച്ച് കിട്ടാൻ നമുക്ക് അവകാശമുണ്ട്. രാഷ്ട്രസേവനവും സമൂഹ സേവനവും നമ്മുടെ കടമയാണ്. രാഷ്ട്രസ്നേഹവും സമൂഹ സേവനവും എൻ്റെ കടമയാണ്. അപ്പോൾ ഇത്രയാണ് SCRT ചാപ്റ്ററിൽ വരുന്നത്. 6ാം ക്ലാസ്സിലെ 10ാം അധ്യായത്തിൽ വരുന്ന കാര്യങ്ങൾ ഇത്രയാണ്. ഇനി നമ്മൾ ഇതുവരെ പഠിച്ചതിൻ്റെ ഒരു സംഗ്രഹം കൊടുത്തിട്ടുണ്ട്. ഗവൺമെൻറ് ജനാധിപത്യേതര ഗവൺമെൻറ്. അവകാശങ്ങൾ സംരക്ഷിക്കുന്നു. അവകാശങ്ങൾ പരിമിതമാണ്. അവകാശങ്ങൾ എന്നുള്ളതിൽ മനുഷ്യാവകാശങ്ങൾ നമ്മൾ പറഞ്ഞു, സാർവദേശീയ മനുഷ്യാവകാശങ്ങൾ പറഞ്ഞു, കുട്ടികളുടെ അവകാശങ്ങൾ, സ്ത്രീകളുടെ അവകാശങ്ങൾ എന്നിവയൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി സംഗ്രഹം ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം.
ഗവൺമെൻറ്റുകളുടെ ജനാധിപത്യ ഗവൺമെൻറ്റെന്നും ജനാധിപത്യേതര ഗവൺമെൻറ്റെന്നും തരംതിരിക്കാം. ജനാധിപത്യ ഗവൺമെൻറ്റുകളെ ജനാധിപത്യ ഇതര ഭരണക്രമങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന പ്രധാന ഘടകം അവ ഉറപ്പ് നൽകുന്ന അവകാശങ്ങളാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളിത് പഠിച്ച കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത്രയാണ് അതിൽ പഠിക്കാനുള്ളത്. ഇനി ഈ മൊഡ്യൂളിൽ നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് 7ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്ററാണ്. ഇതിപ്പോൾ 6ാം ക്ലാസ്സിലെ 10ാം ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചത്. ഇനി 7ാം ക്ലാസ്സിലെ 10ാം ചാപ്റ്ററാണ് ഇതിൽ അടുത്ത് വരുന്നത്. അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ പുതിയൊരു മൊഡ്യൂൾ ഭരണഘടന എന്നുള്ള മൊഡ്യൂൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ ക്ലാസ്സുകൾ ഇന്ന് മുതൽ തുടങ്ങും. ഈ മൊഡ്യൂളിൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത ഡേറ്റിൽ തന്നെ നമുക്ക് മാക്സിമം തീർക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഈ ഷെഡ്യൂൾ തീർന്നാൽ അടുത്ത ഷെഡ്യൂളുമായി വീണ്ടും അങ്ങനെ നമ്മൾ എല്ലാ മൊഡ്യൂളുകളും അനുസരിച്ച് മാക്സിമം എല്ലാ SCERT ചാപ്റ്ററുകളും സയൻസ് ഉൾപ്പെടെയുള്ള ചാപ്റ്ററുകൾ നമ്മൾ കവർ ചെയ്യും. അപ്പോൾ ഈ സീരീസ് നിങ്ങൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക. നോട്ടുകൾ നിങ്ങൾ സ്വയം തയ്യാറാക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു.